യുവരാജ് ഗോകുൽ ബി.ജെ.പിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ 182 കോടിയുടെ ക്രമക്കേട് അന്വേഷിക്കുകയായിരുന്നല്ലോ ആദ്യം ചെയ്തത്. അതിൽ 2.78 കോടിയുടെ മാത്രം പ്രശ്നമാണ് പറയുന്നത്. മറ്റ് 179 കോടിയുടെ കണക്ക് പറയുന്നില്ല. മറ്റൊന്ന് ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. അങ്ങേക്ക് മറുപടി പറയാം. നോക്കൂ, കേരളത്തിൽ ഇപ്പോൾ പല കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ട് ഇഡിയുടെ കേസ് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മുടെ ശ്രീ ഗോകുലം ഗോപാലനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു കേസ് ഉണ്ടാവുകയും അദ്ദേഹം ശതകോടികൾ പിഴയായിട്ട് ഒടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലകത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുമായിട്ട് ഇത്തരത്തിൽ വ്യവസായികൾക്കെതിരെ കേസ് കിടക്കുന്നുണ്ട്. അതൊന്നും ഈ തരത്തിൽ ചർച്ചയാകേണ്ടുന്ന വിഷയമല്ല. ഇപ്പോൾ തന്നെ നമുക്ക് പല കമ്പനികളുമായിട്ട് ആ തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകും. ആ വിഷയങ്ങളൊക്കെ നമ്മളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഗോകുലം ഗോപാലൻ ഈ പറയുന്ന പോലെ ഇത്രയും കോടി രൂപ പിഴയായിട്ട് അടച്ചു എന്നുള്ള കാര്യം എത്ര ചാനലുകൾ ചർച്ച ചെയ്യും? അത് ചർച്ച ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അത് നേരത്തെ ഇപ്പോൾ ശ്രീ ഗോവിന്ദ മാസ്റ്റർ പറയുന്ന പോലെ തന്നെ ഒരു കമ്പനിയുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്. ആ കമ്പനി ഏതെങ്കിലും തരത്തിൽ അവരുടെ വരുമാനത്തിൻ്റെ സോഴ്സ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലവാക്കുന്നതിൻ്റെ സോഴ്സ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇ ഡി നോട്ടീസ് കൊടുക്കും. അവർ തിരിച്ചതിന് പെനാൽറ്റി അടയ്ക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു പ്രോസസ്സായിട്ട് നടക്കേണ്ടതാണ്. ഇവർ തന്നെ രണ്ടും പറയരുത്. എന്താണ്, അത് കമ്പനിയുടെ ആഭ്യന്തര കാര്യമാണ്, അത് കമ്പനി നോക്കിക്കോളും എന്ന് പറയുകയും മറുവശത്ത് വന്നിട്ട് അതിന് എന്താ മറുപടി, ആ കമ്പനിയുടെ കാര്യത്തിന് എന്തിനാ ബാക്കിയുള്ളവർ മറുപടി പറയാത്തതെന്ന് ഇവർ ചോദിക്കുകയും ചെയ്യരുത്. അപ്പോൾ അതിന് ഇവർ ഉത്തരം ആവശ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ കാര്യത്തിനും ഉത്തരം പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം കൊടകരയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു. ഈ കൊടകരയിൽ 3-3.5 കോടി രൂപയുടെ വിഷയം വന്നിട്ടുണ്ട്. അത് ഇ ഡി ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ പൈസയുടെ സോഴ്സ് അത് കൊണ്ടുവന്ന ആൾക്കാർ കാണിച്ചിട്ടുമുണ്ട്. പൈസ എവിടുന്ന് കൊണ്ടുവന്നു, എന്തിനു കൊണ്ടുപോയി എന്നുള്ള രീതിയിലുള്ള സോഴ്സ് കാണിച്ചിട്ടുണ്ട്, പർപ്പസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കാണിക്കാൻ മാത്രമേ വീണയോടും പറയുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഈ പണം ലഭിച്ചിട്ടുണ്ട്, ഈ പണം ലഭിച്ചിരിക്കുന്നതിൻ്റെ റീസൺ എന്താണ്, കൊടുത്തിരിക്കുന്ന സേവനം എന്താണ്, ഇത് കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഉള്ളൊരു അനുഭവമാണ് കൊടകര എന്ന് പറയുന്നത്. 3.5 കോടി രൂപയല്ല, അതിനേക്കാളും ചെറിയ തുക മാത്രമല്ലേ 2 കോടി സംതിങ് എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന തുകയ്ക്ക് സോഴ്സ് കാണിക്കുകയും അതിൻ്റെ പർപ്പസ് കാണിക്കുകയും ചെയ്യുന്നതോടുകൂടി ആ വിഷയം അവിടെ അവസാനിച്ചു. അതുപോലൊരു കാര്യം മാത്രമാണ് വീണയോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ കമ്പനി കൊടുത്തിരിക്കുന്ന സർവീസ് എന്താണ് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുക. അതിനകത്ത് എന്തിനാ ഇത്രയും കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുന്നത്, ഇത്രയും കിടന്ന് നിലവിളിക്കേണ്ട വിഷയം എന്തായിരിക്കുന്നത്? ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞു, അല്ലെങ്കിൽ ബി.ജെ.പി ചിലവാക്കി എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പി സി ജോർജിൻ്റെ മണ്ഡലമായ പൂഞ്ഞാറിൽ ഇടതുപക്ഷം ചിലവാക്കിയിരിക്കുന്നത് പോലെയുള്ള തുക മാത്രമേ പി സി ജോർജും ചിലവാക്കിയിട്ടുള്ളൂ. ഇടതുപക്ഷം കാണിച്ചിരിക്കുന്ന ഒരു ഗ്ലാമറസ് പ്രചരണത്തിൻ്റെ അത്രയും മാത്രമേ പി സി ജോർജും കാണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ബി.ജെ.പി എല്ലാ മണ്ഡലങ്ങളിലും ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ പ്രചരണത്തിൽ ഞങ്ങൾ നിങ്ങളെക്കാളും വലിയ രീതിയിലുള്ള മാഹോല് കാണിച്ചു പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല. കാരണം പ്രചരണത്തിൽ പലപ്പോഴും CPM ആയിരുന്നു ഗ്രൗണ്ട് ലെവൽ പ്രചരണത്തിൽ. അതിപ്പോൾ ഫ്ലക്സ് ആയിരുന്നാലും ശരി, ചുമരെഴുത്തായിരുന്നാലും ശരി, പോസ്റ്ററുകളായിരുന്നാലും ശരി, നിങ്ങൾക്കൊപ്പം മാത്രമേ ഞങ്ങളും കട്ടക്കട്ടയ്ക്ക് തന്നിട്ടുള്ളൂ. നിങ്ങൾക്കൊപ്പം ഞങ്ങൾക്കും പിടിച്ചു നിൽക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര തുക ചിലവാകുമോ അത്രയും തുക ഞങ്ങളും ചിലവാക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ചിലവാക്കിയിട്ടുണ്ടോ അത്രയും ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ മാത്രം പോസ്റ്റർ അടിക്കുകയും ഞങ്ങൾ മാത്രം ചുമരെഴുതുകയും ഞങ്ങൾ മാത്രം ഫ്ലക്സ് വയ്ക്കുകയും നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ അയ്യോ പാവം എന്ന് പറഞ്ഞ് നാട്ടുകാരോട് ഇറങ്ങി വോട്ട് ചോദിക്കുകയല്ലോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളും ചെയ്തിട്ടുള്ളത്. ഞങ്ങളും ബൂത്ത് കെട്ടിയിട്ടുണ്ട്, നിങ്ങളും ബൂത്ത് കെട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാകുന്നുണ്ടോ അത്രയും ചിലവാക്കിയിട്ടുണ്ട്. ആ കണക്ക് നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തതുപോലെ തന്നെ ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. അല്ല നിങ്ങൾ മാത്രം പുണ്യാളന്മാരും ഞങ്ങൾ മാത്രം തിരഞ്ഞെടുപ്പിന് ബൂത്ത് കെട്ടുകയും പോസ്റ്റർ അടിക്കുകയും ഫ്ലക്സ് വയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. അപ്പം എന്താണ് അതിൽ പിടിച്ചിട്ട് ഈ കേസിനെ കൊണ്ടുവന്ന് കെട്ടാമെന്ന് നിങ്ങൾ വിചാരിച്ച് കളയരുത്. പിന്നെ മറ്റൊരു കാര്യം, അങ്ങ് AMCയെ കുറിച്ചിട്ട് പറഞ്ഞു, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. നോക്കൂ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മാരുതി ആൾട്ടോ കാർ ഉണ്ട് എന്ന് വെക്കുക. ഈ മാരുതി ആൾട്ടോ കാറിന് വിപണി വിലയിൽ നമുക്ക് ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്കകത്ത് കിട്ടുന്നതാണ് മാരുതി ആൾട്ടോ കാർ എന്ന് പറയുന്നത്. ഈ മാരുതി ആൾട്ടോ കാറിൻ്റെ സർവീസിന് ഒരു വർഷത്തേക്ക് 1.5 കോടി രൂപയാണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എക്സലും മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഇതൊക്കെ ഹാൻഡിൽ അല്ലെങ്കിൽ ടാലി ഇതെല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് വർഷം ഇത്ര രൂപ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയറുകളുടെ ഒറിജിനൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടെല്ലാം കൂടി ഇതിൻ്റെ എല്ലാം ഒറിജിനൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-12 ലക്ഷം രൂപ ഇതെല്ലാ സോഫ്റ്റ്വെയറുകളും കൂടി ആവത്തുള്ളൂ. അപ്പോൾ ഇതിനെ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോടി 80 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ
ആൾക്കാർക്ക് കോമൺ സെൻസ് ഇല്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് വേദിയിൽ ഇന്ന് ചിരിക്കാം, പത്രസമ്മേളനത്തിന് പത്രക്കാരെ നോക്കി ചിരിക്കാം, അതൊക്കെ ചെയ്യാം. അത് ചിരിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് രാജ്യസഭയിലേക്ക് ഒരു MPയെ പോലും തിരഞ്ഞെടുത്ത് അയക്കാൻ പറ്റാത്ത തലത്തിലേക്ക് പാർട്ടി ചുരുങ്ങി ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് കോമൺ സെൻസ് ഉണ്ടാവില്ല, പക്ഷേ ജനങ്ങൾക്ക് കോമൺ സെൻസ് ഉള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഒക്കെ പറയുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചക്ക, ആ ചക്ക എനിക്ക് വെട്ടിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപയുടെ ചെലവ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടിക്കും ഡൈജസ്റ്റ് ആവില്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഡൈജസ്റ്റ് ആവില്ല. അതാണ് കേരളം 2.5 വർഷമായി ദഹിക്കാത്ത കാര്യമായി ഇങ്ങനെ നിൽക്കുന്നത്.